മാത്സിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. താഴെ കൊടുത്ത സംഖ്യകളിൽ 12ൻ്റെ ഗുണിതമേത്? ഇതൊരു എക്സാമ്പിൾ മാത്രമാണല്ലേ. 12ൻ്റെ ഗുണിതമേത്? അത് ചിലപ്പം 6ൻ്റെ ഗുണിതമേത്, അല്ലെങ്കിൽ 7ൻ്റെ ഗുണിതമേത്, 8ൻ്റെ ഗുണിതമേത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല രീതികളിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഇവിടുത്തെ ആൻസറിലോട്ട് നമുക്ക് വരാം. 12ൻ്റെ ഗുണിതം ഏത് എന്ന് പറഞ്ഞിട്ട് 4 സംഖ്യകൾ താഴെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആ തന്നിരിക്കുന്ന സംഖ്യകളെ 4 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം 4 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 12 കൊണ്ടും നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കും. ഓരോ സംഖ്യകൾ എടുത്ത് നോക്കാം. 3816. ആദ്യം നമുക്ക് 3 വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ അതിനെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുന്നത്, ആ സംഖ്യയിലുള്ള എല്ലാ ഡിജിറ്റുകളും തമ്മിൽ കൂട്ടി നോക്കുക. കൂട്ടി നോക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ഒരു ആൻസറിനെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ആ സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം, 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. നമുക്ക് നോക്കാം. 3816. 8 3 11, 11 1 12 6 18. 18നെ എന്ത് ചെയ്യാം, നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാം. ആൻസർ 6 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്, നമ്മുടെ ആൻസറിൻ്റെ ഒരു പോസിബിലിറ്റിയാണ്. രണ്ടാമത്തെ നോക്കാം. 3247. 3 2 5, 5 4 9 7 16. 16നെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ 4 കൊണ്ട് നമ്മൾ നോക്കുകയേ വേണ്ട, നമുക്ക് അതല്ല ആൻസർ. 3649. 3 6 9 4 13 9 22. 22നെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റത്തില്ല. 3347. 3 3 6 6 4 10 7 17. 17നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി 3716. ഇനി ഒന്ന് നോക്കിയേക്കാം. 3816നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഒരു സംഖ്യ തന്നിട്ട് അതിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുന്നത്, തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ 2 ഡിജിറ്റ് 0 ആണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100, 200, 300, 400, അവസാനത്തെ 2 ഡിജിറ്റ് 0 അല്ലേ? അതാണ് സംഖ്യ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. രണ്ടാമത്തെ കണ്ടീഷൻ, തന്നിരിക്കുന്ന സംഖ്യയുടെ അവസാനത്തെ 2 ഡിജിറ്റ് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയോ, 3816. 16 അല്ലേ അവസാനത്തെ 2 ഡിജിറ്റ്? 16നെ ഹരിക്കാൻ പറ്റുമോ? 16നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 4 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 3 കൊണ്ടും ഹരിക്കാൻ പറ്റും, 4 കൊണ്ടും ഈ പറയുന്ന 3816നെ നമുക്ക് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് 12 കൊണ്ടും നമുക്ക് ഈ ഒരു 3816നെ ഹരിക്കാനായിട്ട് പറ്റും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 3816.